ശിവായ. മെയ്കണ്ഠദേവൻ്റെ ശിവജ്ഞാനബോധത്തിലെ അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഊനക്കൺപാജം ഉണരാപ്പതിയെ ஞானக்கண்ணினில் சிந்தை நாடி ഉരാത്തുനൈ തേർത്തനപ്പാജം ഒരുവത്തണ്ണിഴലാം പതിവിധി എണ്ണും അഞ്ചെഴുത്തേ. അതിൻ്റെ അർത്ഥം ഏതാണ്ട് ഇങ്ങനെയാണ്: പരിമിതികളുള്ള പശുജ്ഞാനം കൊണ്ട് പശുപതിയെ അറിയാൻ കഴിയുകയില്ല. അപ്പോൾ നമ്മുടെ വ്യാവഹാരിക ബുദ്ധി കൊണ്ട് അല്ലെങ്കിൽ വ്യാവഹാരിക അറിവ് കൊണ്ട് നമുക്കൊരിക്കലും പശുപതിയുടെ സത്തയെ അറിയാൻ സാധിക്കുകയില്ല. ശാസ്ത്രജ്ഞാനം കൊണ്ട്, അതായത് ആധുനിക വിദ്യാഭ്യാസം കൊണ്ടോ അല്ലെങ്കിൽ ആധുനിക ശാസ്ത്രജ്ഞാനം കൊണ്ടോ ഒരിക്കലും പശുപതിയുടെ ദർശനം ലഭിക്കുകയില്ല. പിന്നെ അതിനെന്ത് വേണം? പതിജ്ഞാനം വേണം. പതിജ്ഞാനം കൊണ്ട് സ്വയം അറിയുമ്പോൾ ലോകം മരീചിക പോലെയാണെന്നും പാശം അഴിഞ്ഞു നശിക്കുമെന്നും നാം അറിയുന്നു. അപ്പോൾ പതിജ്ഞാനമാണ് വേണ്ടത്, പശുജ്ഞാനമല്ല. പതിജ്ഞാനം എന്ന് വെച്ചാൽ ശിവജ്ഞാനം, ശിവജ്ഞാനബോധം. ആ ശിവജ്ഞാനബോധം ലഭിച്ചാൽ മാത്രമേ നാം പതിയുടെ സത്യം അറിയുകയുള്ളൂ. പതിയുടെ സത്യം അറിയുമ്പോൾ ഈ ലോക ജീവിതം എന്നത് മായാബദ്ധമാണ് എന്ന് നാം തിരിച്ചറിയും. അതോടെ നമ്മുടെ പാശത്തിൻ്റെ എല്ലാ കെട്ടുകളും അറുക്കപ്പെടും. അങ്ങനെ പാശത്തിൻ്റെ കെട്ടറുക്കപ്പെടുകയും പശു പതിയിൽ ലയിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പഞ്ചാക്ഷരി മന്ത്രം വിധിപ്രകാരം ഉയർന്നു പൊങ്ങും. അപ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പഞ്ചാക്ഷരി മന്ത്രം, നമഃശിവായ മന്ത്രം ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അത്രമേൽ സ്വാഭാവികമായി സ്വയം ഉത്ഭൂതമാകും. എപ്പോൾ? പതിജ്ഞാനം കൊണ്ട് നമ്മുടെ ഹൃദയം നിറയുമ്പോൾ. അപ്പോൾ ദിവ്യമായ ശിവജ്ഞാനബോധം ലഭിക്കുമ്പോൾ, അതാണ് ഇവിടെ പറയുന്നത്, ശിവജ്ഞാനബോധം പൂർണ്ണമാകുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നമഃശിവായ മന്ത്രം അത്രമേൽ സ്വാഭാവികമായി ഉയർന്നു പൊങ്ങും. അതോടെ പാശത്തിൻ്റെ എല്ലാ കെട്ടുകളും മറുക്കപ്പെടും. അങ്ങനെ പശു സ്വതന്ത്രനാവുകയും പശു പതിയിൽ ലയിച്ചു ചേരുകയും ചെയ്യും. അതായത് ജീവൻ പരിശുദ്ധാത്മാവിൽ ലയിച്ചു ചേരുന്ന ഒരവസ്ഥ, പശു പതിയിൽ ലയിച്ചു ചേരുന്ന അവസ്ഥ ഉണ്ടാകും. അതിന് പശുജ്ഞാനം കൊണ്ടൊരിക്കലും കഴിയില്ല. ഈ ആധുനിക വിദ്യാഭ്യാസം കൊണ്ടോ ആധുനികമായ ശാസ്ത്രബോധം കൊണ്ടോ ഒരിക്കലും പതിജ്ഞാനം ലഭിക്കുകയില്ല. പതിജ്ഞാനം ലഭിക്കണമെങ്കിൽ അതിന് ചര്യ, ക്രിയ, യോഗം എന്നീ 3 സാധനകൾ ചെയ്തേ പറ്റൂ. ചര്യ, ക്രിയ, യോഗാദികളിലൂടെ ഒരാളുടെ കുണ്ടലിനി ശക്തി ഉണർന്ന് സഹസ്രാരത്തിൽ അല്ലെങ്കിൽ
ആജ്ഞാചക്രത്തിൽ എത്തിച്ചേരുമ്പോൾ ഈ പതിജ്ഞാനം സ്വാഭാവികമായി വന്നു ചേരും. പതിജ്ഞാനം കൊണ്ട് ഹൃദയം നിറയുമ്പോൾ, അതായത് ദിവ്യ ശിവജ്ഞാനബോധം നിറയുമ്പോൾ, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം അത്രമേൽ സ്വാഭാവികമായി ഉയർന്നു പൊങ്ങും. അതോടെ നമ്മുടെ പാശങ്ങളെല്ലാം വെട്ടിമുറിക്കപ്പെടും. അങ്ങനെ പാശങ്ങൾ നശിച്ചു കഴിയുമ്പോൾ പശു പതിയിൽ ലയിക്കുന്നു. ഇതാണ് പരമമായ ശിവജ്ഞാനബോധം. അപ്പോൾ ഈ ശ്ലോകത്തിൽ മെയ്കണ്ഠദേവൻ നമുക്ക് ആ പരിപൂർണ ശിവജ്ഞാനബോധം അരുളുകയാണ്. ഇതാണ് പശുജ്ഞാനമല്ല, പതിജ്ഞാനമാണ് നാം നേടേണ്ടത്. അത് ചര്യ, ക്രിയ, യോഗം എന്നീ സാധനകളിലൂടെ നമുക്ക് മുന്നേറി ആ പതിജ്ഞാനം സ്വന്തമാക്കാൻ കഴിയും. അതായത് ആജ്ഞാചക്രത്തിലെ ദിവ്യമായ പ്രകാശധാരയും ആ അനാഹത നാദവും നമുക്ക് കേൾക്കാൻ കഴിയുന്നതിലൂടെ നാം പതിജ്ഞാനത്തിൻ്റെ ഉത്തുംഗ സോപാനത്തിലെത്തുകയും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പഞ്ചാക്ഷരി മന്ത്രം, നമഃശിവായ മന്ത്രം അത്രമേൽ സ്വാഭാവികമായി ഉയർന്നു പൊങ്ങുകയും ചെയ്യും. 70,000 നാഡീഞരമ്പുകളിലും നമഃശിവായ മന്ത്രം തുടിച്ചു നിൽക്കും. ഇതാണ് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത്. ഇത് ശരിക്കും ഒരു കുണ്ടലിനി ശക്തിയുടെ ഉത്ഥാനത്തെക്കുറിച്ചിട്ടാണ് ഇവിടെ മെയ്കണ്ഠദേവൻ നമുക്ക് പറഞ്ഞു തരുന്നത്. അതായത് ചര്യ, ക്രിയ, യോഗത്തിലൂടെ ഒരു സാധകൻ എത്തിച്ചേരുന്ന ദിവ്യമായ ശിവജ്ഞാന ബോധത്തെക്കുറിച്ചിട്ടാണ് ഇവിടെ മെയ്കണ്ഠദേവൻ നമ്മോട് പറയുന്നത്. അതായത് ഭ്രൂമധ്യത്തിലുള്ള മൂന്നാം കണ്ണിൻ്റെ നാഡിയാണ് ആത്മജ്ഞാനത്തിനിരിപ്പിടം. ഇത് തന്നെ മുക്തിത്രിവേണി എന്ന ആജ്ഞാചക്രസ്ഥാനം. ഈ നാഡിയിലാണ് ജ്ഞാനപ്രകാശം, പതിജ്ഞാനം കുടികൊള്ളുന്നത്. ഇതിനുള്ളിലാണ് ജ്ഞാനനിദ്രയുടെ രഹസ്യം. അപ്പോൾ ജ്ഞാനനിദ്ര എന്നുള്ള ആ യോഗനിദ്രയുടെ നിഗൂഢ രഹസ്യം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിനുള്ളിലാണ് ജ്ഞാനനിദ്രയുടെ രഹസ്യം കുടികൊള്ളുന്നത്. ആത്മാനന്ദത്തിൻ്റെ കേന്ദ്രമാണിത്. ഈ നിദ്രയിൽ ജാഗ്രതില്ല. അതിനാൽ സൂക്ഷ്മനിദ്രയിൽ, അതായത് യോഗനിദ്രയിൽ, ആത്മനിദ്രയിൽ, ജ്ഞാനനിദ്രയിൽ ആനന്ദിക്കുവാനാണ് പഠിക്കേണ്ടത്. പ്രാണാപാനന്മാരെ സമമാക്കിക്കൊണ്ടുള്ള സൂക്ഷ്മനിദ്രയുടെ, യോഗനിദ്രയുടെ ആനന്ദം അനുഭവിക്കുക. സ്ഥൂലനിദ്ര വിട്ട് യോഗാനന്ദമെന്ന സൂക്ഷ്മനിദ്രാസുഖം അനുഭവിച്ചാനന്ദിക്കണം. ഈ ബോധ നിദ്ര മൃഗനിദ്രയല്ല, മനുഷ്യനിദ്രയുമല്ല, അത് ദേവനിദ്രയാണ്. സാധാരണ സ്ഥൂലനിദ്രയും മൃഗനിദ്രയും തമ്മിൽ വ്യത്യാസമില്ല. രണ്ടും അബോധനിദ്രയാണ്. എന്നാൽ അജ്ഞാനനിദ്രയാണ്. അതിൽ ജ്ഞാനപ്രകാശമില്ല, ആനന്ദാനുഭവമില്ല. അതിനെ വിട്ട് മനുഷ്യൻ യോഗസാധനയാൽ സാധ്യമാകുന്ന മനുഷ്യനിദ്രയ്ക്കും അപ്പുറമുള്ള ദേവനിദ്ര എന്ന യോഗനിദ്രയെ അവലംബിക്കണം. അതായത് സമാധിഭാവത്തിൽ മുഴുകി ആനന്ദിക്കുന്ന അവസ്ഥ. ശങ്കരാചാര്യർ ഈ അവസ്ഥയെ ശതശ്ലോകിയിൽ വിശദീകരിക്കേണ്ടത്. നമുക്ക് അതിൻ്റെ അർത്ഥം കൂടെ നോക്കാം. ആനന്ദാനുഭവങ്ങൾ, മനുഷ്യരുടെ ആനന്ദം, പിതൃക്കളുടെ ആനന്ദം, ദേവന്മാരുടെ ആനന്ദം എന്നിങ്ങനെ ഉത്തമോത്തരം ഉത്കൃഷ്ടങ്ങളായ സച്ചിദാനന്ദങ്ങളും പ്രിയം, മോദം, പ്രമോദം എന്ന ഭിന്ന നാമ
പ്രത്യയങ്ങളെ കൊണ്ട് സൂചിപ്പിക്കുന്ന ലൗകികാനന്ദങ്ങളൊക്കെയും ഏതൊരു പരമാനന്ദത്തിൽ അടങ്ങിയിരിക്കുന്നുവോ, ഏതൊന്നിൽ എല്ലാ തരത്തിലുള്ള സങ്കല്പ വിഷയങ്ങളും അവസാനിച്ച് കേവലമായ ഭാവം മാത്രമായി ശേഷിക്കുന്നുവോ, ആ സാന്ദ്രാനന്ദമായ പദത്തിൽ എന്നെ നിലനിർത്തുമാറാകണമേ എന്നാണ് ഇവിടെ ശങ്കര ഭഗവത്പാദർ ഈ പദ്യത്തിൽ പ്രാർത്ഥിക്കുന്നത്. ആ അമൃതാനുഭവം എനിക്കുണ്ടാകണമേ. ചന്ദ്രമണ്ഡലത്തിലെ ശീതളമായ പീയൂഷധാര ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ധാരാമിന്ദ്രാദേഹി, ഇന്ദ്രന് ധാരയെ നൽകിയാലും എന്ന വേദമന്ത്രത്തിലെ സങ്കല്പം എനിക്ക് അനുഭവവേദ്യമാക്കി തരണം. ഇവിടെ ഇന്ദ്രൻ എന്ന് പറയുന്നത് മനസ്സാണ്. പുരികങ്ങളുടെ രണ്ടിൻ്റെയും നടുക്ക്, അതായത് ഭ്രൂമധ്യത്തിലാണ് മനസ്സിനെ ധ്യാനിക്കുന്നത്. ഭ്രൂമധ്യ ധ്യാനം വഴി സാധന അനുഭവിക്കാൻ കഴിയുന്ന അനുഭൂതി സൗഖ്യം തന്നെ ആത്മാനന്ദം. ഇവിടെയാണ് ശങ്കര ഭഗവത്പാദർ ഈ ദിവ്യമായ ആത്മജ്ഞാനത്തെ, ശിവജ്ഞാനത്തെ, പതിജ്ഞാനത്തെ അനുഭവത്തിലൂടെ വിവരിച്ചു തരുന്നത്. അതായത് അനുഭൂതി നമുക്ക് ലഭിക്കുന്നു. ഭ്രൂമധ്യ ധ്യാനം വഴി സാധകന് ഈ സാന്ദ്രാനന്ദാനുഭൂതി ലഭിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഇത് തിരുമൂലർ തിരുമന്ത്രത്തിൽ പറയുന്നുണ്ട്. നമ്മളിതിനു മുമ്പ് കണ്ടതാണ്. തിരുമന്ത്രത്തിലെ ഒരു മന്ത്രം നോക്കൂ. പള്ളിയറയിൽ പകലേ ഇരുളില്ലേ, കൊള്ളിയറയിൽ കൊളുന്താമർക്കാക്കലാം, ഒളിതറിയലോ രോജനൈ നീളിത്, വെള്ളിയറയിൽ വിടിവില്ലാത്താനേ. ഇതിൽ പറയുന്ന ഭാഗം ഇതാണ്. ആജ്ഞാചക്രത്തിൽ നാദവും ബിന്ദുവും ചേരുമ്പോൾ മനസ്സ് ജാഗ്രതാവുകയും ബുദ്ധി ഉണരുകയും ചെയ്യും. ഇത് വെളിച്ചവും പകലുമാകുന്നു. അവിടെ രാത്രിയും ഇരുട്ടുമില്ല. ഇന്ദ്രിയാനുഭവങ്ങൾ പൂർണ്ണമായി നിരാകരിക്കപ്പെടുമ്പോൾ ശുദ്ധമായ ജ്ഞാനം ഉണ്ടാകുന്നു. ഈ ശിവാനുഗ്രഹത്തിൽ നിന്ന്, ശിവ അരുളിന് കാരണമായുള്ളത് ഈ ഭ്രൂമധ്യത്തിലെ ധ്യാനത്തിൽ നിന്നുണ്ടാകുന്ന ഈ ദിവ്യപ്രകാശമാണ്. അതോടെ ദേഹത്തിൽ വലുതായ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഇത് ദേഹത്തെ കാഠിന്യമുള്ളതാക്കി ദീർഘായുസ്സുള്ളതാക്കി തീർക്കുന്നു. ആത്മാവ് പ്രകാശത്തിൽ നിറഞ്ഞാൽ ദൈവീക ജ്ഞാനത്തിലുള്ള ആഗ്രഹം പിന്നീട് അവസാനിക്കുന്നില്ല. അങ്ങനെ പകൽ ഉയർന്ന നിലവാരത്തിലുള്ള ബോധമാണ്. രാത്രി എന്നാൽ കണ്ണു തുറന്നിരുന്ന് സ്വപ്നം കാണലാണ് എന്ന് സിദ്ധന്മാർ പറയുന്നു. പകൽ ആത്മസാക്ഷാത്കാരമാണ്. അത് തുരീയാതീത അവസ്ഥയാണ്. അവിടെ വെളിച്ചവുമില്ല, ഇരുട്ടുമില്ല. സ്ഥിരമായി അവിടെ നിത്യാനന്ദം പ്രകാശിക്കുന്നു. ഇതാണ് തിരുമൂലദേവൻ തിരുമന്ത്രത്തിൽ പറയുന്ന ഈ അനുഭൂതി. അതായത് ഭ്രൂമധ്യത്തിലെ ആ ദിവ്യമായ നാദാന്താനുഭവം. അത് നാദാന്തമാണ്. നാലാമത്തെ അമാത്രയായ ഓങ്കാരത്തിലെ അമാത്രയായ മാത്ര. ആ നാദാന്ത നിലയിലേക്ക് സാധകൻ എത്തിച്ചേരുന്നു. ഇതാണ് ദിവ്യമായ പതിജ്ഞാനം, പതിയുടെ ആ ജ്ഞാനാനുഭൂതി. ഈ അനുഭൂതി സ്വയം അനുഭവിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിത്യ ആനന്ദത്തിൽ മുഴുകി എപ്പോഴും കഴിയുന്നു. അയാൾക്ക് പിന്നെ പകൽ മാത്രമേ ഉള്ളൂ, രാത്രിയില്ല. അതായത് ദിവ്യമായ ജ്ഞാനം കൊണ്ട് മാത്രമേ
അദ്ദേഹത്തിൽ പ്രശോഭിക്കുകയുള്ളൂ, മറ്റൊന്നും തന്നെ പ്രശോഭിക്കുകയില്ല. അപ്പോൾ ജ്ഞാനത്തിൻ്റെ ദിവ്യമായ ഭൂമിയിലേക്ക്, ആ ഭൗമഭൂമിയിലേക്ക് ഉയർത്തുന്ന ഒരു കവിതയാണ് ഇവിടെ നാം കാണുന്നത്. ഇതിൻ്റെ അർത്ഥം ഞാൻ ഒന്നുകൂടെ പറയാം. പരിമിതമായ പശുജ്ഞാനം കൊണ്ട് അറിയാൻ കഴിയാത്ത പതിയെ പതിജ്ഞാനം കൊണ്ട് മാത്രമേ അറിയാൻ കഴിയൂ. അപ്പോൾ ലോകം മരീചിക പോലെ മായുകയും പാശം അഴിയുകയും ചെയ്യും. പശുപതിയുടെ തണലിൽ അതോടെ ജീവാത്മാവ് അലിഞ്ഞു ചേരുന്നു. അപ്പോൾ വിധിപ്രകാരമുള്ള പഞ്ചാക്ഷരി മന്ത്രം ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഉയർന്നു പൊങ്ങുകയും ചെയ്യും. നമഃശിവായ മന്ത്രത്തോടെ 70,000 നാഡീഞരമ്പുകളും കത്തിജ്വലിച്ചു നിൽക്കും. ഇതാണ് ദിവ്യമായ മരണമില്ലാത്ത അനുഭൂതി. ഇത് അമർത്യതയാണ്, അലൗകികതയാണ്, ശിവജ്ഞാനബോധമാണ്. ഈ ശിവജ്ഞാനബോധത്തെയാണ് മെയ്കണ്ഠദേവൻ നമുക്കായി പകർന്നു തരുന്ന ശിവാനുഭൂതി. ഓം ശിവായ നമഃ.